ജീവിതം എന്തിനാ എന്ന ചോദ്യത്തിന് റബ്ബ് പറഞ്ഞൊരു വാചകം നമുക്ക് എല്ലാവർക്കും ഓർമ്മല്ലേ, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞു. പരീക്ഷണമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരുന്നത് നോക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. എങ്ങനെയാണ് അഹ്സൻ? ഏറ്റവും നല്ല കർമ്മങ്ങളുടെ മാനദണ്ഡം എന്താ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, ഒരു കർമ്മം എപ്പോഴാണെന്നറിയോ അഹ്സനാകുക? രണ്ട് ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഒന്ന് അഖ്ലസുഹു വ അസ്വബുഹു എന്നാണ്. ഏറ്റവും നല്ല ഇഖ്ലാസ് ആർക്കാണുള്ളത് അവനാണ് ഏറ്റവും നന്നായി കൊണ്ട് കർമ്മം ചെയ്തതെന്നാണ്. ഏറ്റവും ശരിയായ നിലക്ക് ആ കർമ്മം നിർവഹിച്ചത് ആരാണോ അവനാണ് അഹ്സനാക്കിയതെന്നാണ്. എന്ന് പറഞ്ഞാൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു രൂപമുണ്ട്. ഇപ്പോൾ നിസ്കാരം എടുക്കുകയാണ്, ആ നിസ്കാരം എങ്ങനെയുള്ള നിസ്കരിക്കല്ല, അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ പരമാവധി ക്ലാരിറ്റിയോടുകൂടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം മുഴുവനും റബ്ബിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ആ മനുഷ്യൻ ചെയ്തതെങ്കിൽ അതിൻ്റെ പേരാണ് ഇഹ്സാൻ. അങ്ങനെ നാം നിർവഹിക്കുന്ന ഓരോ അമലുകളും അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ച അതേ ചേലിൽ കോലം രൂപം ഇപ്പുറത്ത് ഇഖ്ലാസ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ വലിയ നല്ല ശക്തമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടി വരുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നമ്മളെക്കാളൊക്കെ പരലോകബോധമുള്ള, നമ്മളെക്കാളൊക്കെ പരലോകത്തെക്കുറിച്ച് കൃത്യമായി കൊണ്ട് അറിയുന്ന പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ ആലജതു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി. എൻ്റെ നെയ്യത്തിനെ ഒന്ന് കൃത്യമായി നിലനിർത്താൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചതിനേക്കാൾ വലിയൊരു പരിശ്രമം എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നിനും ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. പലതിനും മുതിരുമ്പോൾ പിശാച് പലതും നമ്മുടെ മുമ്പിൽ വന്ന് കാണിക്കും. ഇത് ചെയ്താൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ട്, ഇന്ന കാര്യമുണ്ട് അല്ലേ, നമ്മുടെ ശരിക്കുള്ള ആ ശ്രദ്ധയിൽ നിന്ന് തെറ്റിക്കുന്ന പലതും പിശാച് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ മോഹന വാഗ്ദാനങ്ങൾ ഇടും. അവനത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും, മരണം വരെയും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പിശാച് പല നിലക്ക് നമ്മളങ്ങനെ പിന്നെ തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത്, ഇല്ല എനിക്കിതൊന്നുമല്ല വേണ്ടത്, എൻ്റെ റബ്ബൊരുക്കി വെച്ച സ്വർഗം എന്ന നിലക്ക് നെയ്യത്തിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നെയ്യത്തിനെ പിടിച്ച് കെട്ടാനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്നവർ പറയുമ്പോൾ, സഹോദരങ്ങളെ, ഒരല്പം ശ്രമകരമാണ് നെയ്യത്ത് ഉറച്ചു കിട്ടുക എന്നത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ തൗഫീക്ക് വേണം. റബ്ബിനോട് മനമുരുകി ചോദിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു മുർസുഖ്നിൽ ഇഖ്ലാസ ഫിൽ ഖൗലി വൽ അമൽ. പടച്ചോനെ, എൻ്റെ വാചകങ്ങളിൽ, ഞാൻ പറഞ്ഞു വെക്കുന്ന ഓരോ വാക്കുകളിൽ, ഞാൻ ചെയ്തു വെക്കുന്ന കർമ്മങ്ങളിൽ എനിക്ക് നീ ഇഖ്ലാസിനെ പ്രദാനം ചെയ്യണമെന്നാണ് സഹോദരങ്ങളെ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. അപ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അമല് ബാത്തിലാകും. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നല്ലോണം നമ്മൾ ആലോചിക്കേണ്ട കേസാണ് അൽ അക്ലുൽ ഹറാം. ഹറാമായ സമ്പാദ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സമ്പാദിക്കണമെന്നല്ല പറഞ്ഞത്, സമ്പാദ്യം ഹലാലായ മാർഗത്തിലായിരിക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഭക്ഷണം അത് ഹറാമായി കഴിഞ്ഞാൽ അവിടെ തടയപ്പെടുന്നത് നമ്മുടെ ഇബാദത്താണ്. ആ ഫയൽ മേപ്പിട്ടേക്ക് പോകൂല, അത് പടച്ചോനക്ക് വേണ്ടെന്നാണ്. പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രാർത്ഥന പോലും പടച്ചോൻ സ്വീകരിക്കൂല എന്നാണ്. സാധാരണഗതിയിൽ റബ്ബിൻ്റെ രീതി എന്താണെന്നറിയോ? അള്ളാൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ്റെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സാധുവിനെ ഒന്നുമില്ലാത്ത ശൂന്യഹസ്തനായിക്കൊണ്ട് മടക്കുക എന്നുള്ളത് പടച്ചോനിക്ക് ലജ്ജ ഉണ്ടാക്കുന്ന വിഷയമെന്നാണ് പറഞ്ഞത്. ആ പടച്ചോനിനാണ് ഇപ്പുറത്ത് പറയണത്, നിങ്ങൾ തിന്ന തീറ്റുണ്ടല്ലോ അത് ഹറാമായ മുതലിൽ നിന്നാണ് നിങ്ങൾ സമ്പാദിച്ചതെങ്കിൽ ആ പ്രാർത്ഥന പോലും എനിക്ക് കേൾക്കേണ്ടതെന്നാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. യുതീലു സഫറ, സുദീർഘമായ യാത്രയിലാണ്. അഷ്അസ് അഖ്ബറ, അദ്ദേഹത്തിന് മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട്, പൊടിക്കാറ്റടിച്ച് നല്ല ക്ഷീണിതനാണ് അദ്ദേഹം. എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ റബ്ബിൻ്റെ അരികിലേക്ക് കയ്യും പൊക്കിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബി അല്ലേ. ഒരു ഉത്തരം നൽകപ്പെടാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അള്ളാഹ് റസൂൽ പറയാണ്, മത്അമുഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാമിൽ നിന്നാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിട്ടുണ്ടല്ലോ ഹറാമിൻ്റെ മുതൽ നിന്ന് അവൻ സമ്പാദിച്ചതാണ്. വഗുദിയ ബിൽ ഹറാം, ആ മനുഷ്യന് ഊട്ടപ്പെട്ടത് മുഴുവനും ഹറാം കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ ചോദ്യം, ഫഅന്നാ യുസ്തജാബു ലഹു, ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എന്ത് യോഗ്യതയാണ് ആ മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കഷ്ടപ്പെട്ടു എന്നതല്ല പടച്ചു നോക്കുക,
കുടുംബത്തിന് വേണ്ടിയിട്ടാ പടച്ചോനെ എന്നൊന്നും അല്ല നമ്മൾ നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10 റുപ്യ ഒരു 1000 റുപ്യ പോയാലും വേണ്ടില്ല, നമ്മളുടെ അടുത്ത് നിന്ന് അന്യൻ്റെ ഒരു 10 രൂപ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സമൂഹത്തിൽ സമ്പത്തുണ്ടാക്കാനുള്ള മോഹന വാഗ്ദാനങ്ങൾ എമ്പാടുണ്ട്. അതിലൊന്നും അടിമപ്പെട്ടു പോകരുത് സഹോദരങ്ങളെ. നമുക്ക് എങ്ങനെയെങ്കിലും സമ്പാദിച്ചാൽ പോരാ, നാട്ടുകാർക്കൊക്കെ അത് മതിയാകും. പരലോകബോധമില്ലാത്ത കുറേ മനുഷ്യന്മാർ പലതും ചെയ്തു കൂട്ടും. അവർ നേട്ടങ്ങളുടെ കഥകൾ പറയും, മോഹന വാഗ്ദാനങ്ങൾക്ക് നിങ്ങൾക്ക് നൽകും. പക്ഷെ സഹോദര, നാം എന്ത് പറയുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും എന്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ശക്തമായൊരു അരിപ്പയുണ്ട്, ഒരു ഫിൽട്രേഷൻ നടക്കണം. ഇത് എൻ്റെ പരലോകത്തെ ബാധിക്കുന്നതാണോ? സമ്പാദനത്തിൻ്റെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഹറാമ് സമ്പാദിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടുക എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടേതായിരിക്കും, നമ്മളെ പ്രിയതമയുടേതായിരിക്കും, നമ്മുടെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ജീവിതത്തിലടക്കം അത് ബാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഹറാമായ മുതലാണ് നമ്മുടെ വരുമാന മാർഗമെങ്കിൽ, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തൊരു മുതലിലൂടെയാണ് നിലവിൽ നമ്മുടെ സമ്പാദ്യമെങ്കിൽ, എഴുതി വെച്ചോ, പരലോകത്തേക്കുള്ള പോക്ക് അതൊരല്പം ദുഷ്കരമായിരിക്കും. അതുണ്ടാകരുത് പ്രിയമുള്ളവരെ. ശക്തമായ രൂപത്തിൽ വിലയിരുത്താൻ നമുക്ക് കഴിയണം. മറ്റൊന്നെന്താണെന്നറിയോ? കർമ്മങ്ങൾ തകർത്ത് കളയുന്ന ഒരു പരിപാടിയാണ് അൽ മൻ വൽ അദാ, അഥവാ ചെയ്ത നന്മകൾ എടുത്തു പറയുക. ഒരു നന്മ ചെയ്തതിൻ്റെ പേരിൽ ബാക്കിയുള്ളവർ ഉപദ്രവിക്കുക. ആ കുട്ടിൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ഓനാ, അവൻ്റെ വകയാ 10 പവൻ കൊടുത്തത് അല്ലേ? പിന്നെ ആ 10 പവൻ ഞാനാ തന്നത്, അവിടെ ഞാൻ പറഞ്ഞ പോലെ നടന്നാൽ മതി അല്ലേ? നമ്മളൊരു നന്മ ചെയ്തതിൻ്റെ കാരണത്തിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഭാര്യയ്ക്ക് കൊടുത്തതൊന്നും എടുത്ത് പറയേണ്ട പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചെയ്തു വെച്ച സേവനങ്ങളിൽ നിങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വലിയ സമ്പാക്കി പറയണ്ട. അതൊക്കെ നമുക്ക് പരലോകത്ത് തിരിച്ചു കിട്ടാനുള്ള മുതലാ അല്ലേ? അതുകൊണ്ട് ചെയ്തു വെച്ച നന്മകൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ എടുത്തു പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്ന രൂപം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളെയാണ് വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, ചെയ്തു വെച്ച സ്വതക്കകൾ എടുത്തു പറഞ്ഞ് നിങ്ങൾ ആളുകളെ പ്രയാസപ്പെടുത്തരുത്, നിങ്ങൾ ആളുകളെ ആ നിലക്കുള്ള ഉപദ്രവം ഏൽപ്പിക്കരുത് എന്നാണ്. അദ്ദേഹത്തിനൊന്നും തിരിച്ചു പറയാനില്ല, കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച മനുഷ്യനാ. ഇനി മൂപ്പര് എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കന്നെ അല്ലേ? മുതലാളിയാണ് എനിക്ക് എൻ്റെ വൈഫിന് ഓപ്പറേഷൻ ഉണ്ടായപ്പോൾ ഒരു 50,000 റുപ്യ സഹായിച്ച്, ഇനി മുതലാളി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കൊടുക്കന്നെ എന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, 50,000 പോയി എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ മളലൂമാണ്, ആക്രമിക്കപ്പെട്ടവനാണ്. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നമ്മൾ ഭയപ്പെടണം. അള്ളാഹു നേർബുദ്ധി നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പിഴവുകൾ സംഭവിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഉപമ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഫമസലു കമസ്ലി സഫ്വാനിൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിലുൻ. എന്താ? ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കുറച്ച് ചളിയുണ്ടെന്ന് കരുതുക. മിനുസമുള്ള പാറയായിരുന്നു, മണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഒരു ശക്തമായ മഴ വന്നപ്പോൾ ആ മണ്ണൊക്കെ ഒലിച്ചുപോയി. അതൊരു മൊട്ടപ്പാറയായതുപോലെ ഉണ്ടാവുന്നതാണ്. അവിടെ എത്തുമ്പോൾ ഒരു മൊട്ടപ്പാറയിലേക്ക് വെള്ളം വീണ് അവിടെയുള്ളതെല്ലാം ഒലിച്ചു പോയതുപോലെ നാം കൊടുത്ത എല്ലാ നന്മകളും അത് ഇല്ലാതെയാകുന്ന ഗതികേട് സഹോദര ഉണ്ടാകുമെന്നാണ്. ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നാം ചെയ്തു വെച്ച കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന മറ്റൊരു ഏർപ്പാട് രഹസ്യ ജീവിതത്തിലെ തിന്മകളാണ്. ജീവിത വിശുദ്ധി ഉണ്ടാകണം സുഹൃത്തുക്കളെ. അതിനുവേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ഒറ്റക്കാകുമ്പോൾ ഹറാമുകൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. വിശിഷ്യ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. പകൽ മാന്യന്മാരായി നടക്കാൻ നമുക്ക്, സമൂഹത്തിൽ വലിയ വിലയാണ് നമുക്ക്. പുറത്തൊരു മുഖവും അകത്ത് വേറൊരു മുഖവും ദയവ് ചെയ്ത് മനഃപൂർവ്വം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കാതിരിക്കുക. തെറ്റുകൾ സംഭവിക്കുകയില്ല എന്നല്ല പറയണത്, സംഭവിക്കുന്നവരുണ്ടാകും. പക്ഷേ അത് അങ്ങനെ തന്നെ കൊണ്ടുനടക്കുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈംഗിക രംഗത്തെ വിശുദ്ധി പാലിച്ചിട്ടുണ്ട് ഞാനെന്ന് മനസ്സ് തട്ടി കൈവച്ച് പറയാൻ നമുക്ക് കഴിയണം. സഹോദര, ഈ ദുനിയാവിൽ നമുക്കൊരു ഇണയേ ഉള്ളൂ. ആ ഇണയിൽ നിന്നുണ്ടാകണം എല്ലാം എന്നാണ്. ഒരാണ് പെണ്ണിൽ നിന്നും ആഗ്രഹിക്കുന്നതെല്ലാം ഇണയിൽ നിന്നും കിട്ടാൻ അവന് പണിയെടുക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. സഹോദരിമാരെ, നിങ്ങൾക്ക് ദുനിയാവിൽ ഒരു പുരുഷനെ പടച്ചറബ് ആ നിലക്ക് തന്നിട്ടുള്ളെങ്കിൽ അവനിൽ നിങ്ങളെല്ലാം തൃപ്തിപ്പെടണം. അതിനപ്പുറത്തേക്ക് വമൻ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ
അതിരി കവിഞ്ഞ ആളുകളാണെന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വതുഖാ വൽ അഫാഫ വൽ ഗിന. റബ്ബിനോട് മനമുരുകി നമ്മൾ ചോദിക്കുക, പടച്ചോനെ തഖ്വ നൽകണേ നീ, ചാരിത്രശുദ്ധി നൽകണേ നീ, ഹിദായത്ത് നൽകണേ നീ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശൈത്താൻ. പടച്ചോനെ പിശാച് പല മോശമായ ചിന്തകളും എന്നെ ഇട്ട് തന്നെൻ്റെ അമലുകൾ പൊളിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? കർമ്മങ്ങളെമ്പാടും ചെയ്തിട്ടും നാളെ കർമ്മങ്ങൾ തകരുമെന്ന് മാത്രമല്ല, ആ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ തസ്ല നാറൻ ഹാമിയ, ചൂടേറിയ നരകത്തിലേക്ക് പോകുന്ന ഗതികേടും ഉണ്ടാകുമെന്നാണ്. ആരാ സഹോദരങ്ങളെ? അവർ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ബിദ്അത്ത് ചെയ്ത ആളുകളാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയില്ലാതെ പലതും ചെയ്തു കൂട്ടിയ ആളുകളാണ്. ആളുകൾ വലിയ ആവേശത്തിലാണ്. ദിക്റല്ലേ എന്നാണ് പറയുക, നിസ്കാരല്ലേ എന്ന് പറയുക, ഫാത്തിഹല്ലേ എന്ന് പറയുക, സൂറത്ത് ചൊല്ലലല്ലേ എന്ന് പറയുക, നല്ലതല്ലേ എന്ന് പറയുക. നിങ്ങൾ എന്തിനാ തടുക്കണേ? ഭക്ഷണം വെച്ച് കൊടുക്കണ ഏർപ്പാടല്ലേ എന്ന് പറയുക. സഹോദരങ്ങളെ, നല്ലതല്ലേ 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 എന്ന് പറഞ്ഞ് ദീനിലേക്ക് എന്തെങ്കിലും കൂട്ടാൻ നമുക്ക് വകുപ്പുണ്ടോ? ദീനെന്ന് പറഞ്ഞത് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. റബ്ബ് ക്ലോസ് ചെയ്തു, ഇനി അതിലേക്കൊന്നും ചേർക്കല്ല എന്നാണ് അള്ളാൻ റസൂൽ പറഞ്ഞു. നിങ്ങളെ സ്വർഗത്തേക്ക് എത്തിക്കണ എന്തൊരു കടുക് മണിയോളം നന്മ ഉണ്ടെങ്കിൽ അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇനി ഇതിനപ്പുറത്തേക്കൊന്നും പോകണ്ടെന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ദീൻ എന്ന് പറഞ്ഞാൽ ഒരു നിറഞ്ഞ കുടമാണ്, നിറഞ്ഞു തുളുമ്പുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടമാണ്. ഇനി അതിലേക്ക് വേറെ എന്തെങ്കിലും വന്നാൽ ദീനുള്ള ഒന്നെന്താവും? പുറത്തേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് ചെയ്യുമ്പോഴും തെളിവുണ്ടോ എന്ന് ദയവ് ചെയ്ത് അന്വേഷിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഇത്? മുൻഗാമികൾക്ക് പരിചയമുള്ള ഏർപ്പാടാണോ ഇത് എന്നതാണ് നമ്മുടെ ചോദ്യം. അല്ലതല്ലാതെ നല്ലതല്ലേ എന്നതല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന. ഒരു മനുഷ്യൻ ദീനിലേക്ക് പുതിയൊരു കാര്യം ചേർത്തി, ഒരു മൂപ്പര് പറയാണ് ഇത് നല്ലതാണ്, നിസ്കാരല്ലേ നോമ്പല്ലേ ബാക്കിയുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ അവൻ ഏതുപോലെ എന്ന് പറഞ്ഞ് ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. നഊദു ബില്ലാഹ്. അവൻ ഏതുപോലെ എന്നാ? അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്തിൽ വഞ്ചന കാണിച്ചവനാണെന്ന് വാദിക്കുന്നതാണ് എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ല ഏൽപ്പിച്ചു കൊടുത്തൊരു ഉത്തരവാദിത്തം എന്താ? അല്ല കൊണ്ടുവന്ന ദീന് നീ നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. അല്ലൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു, എല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ വകഞ്ഞ ഒന്നത് നല്ലതാന്ന് പറയുമ്പോൾ എന്തായി? പ്രവാചകന് പഠിപ്പിക്കാത്തൊരു നല്ലതെന്ന് പറയുമ്പോൾ അത് പ്രവാചകന് തെറി പറയുന്ന തുല്യമാണ്. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തതയായ അമാനത്തായ റിസാലത്ത് എത്തിച്ചു തരിക എന്ന സന്ദേശം, ആ ഒരു സംഗതിയിൽ വീഴ്ച വരുത്തിയവനാണ് എന്ന് വാദിക്കും തുല്യമാണെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകം ശ്രദ്ധിക്കണം ബിദ്അത്തുകൾ വരാതിരിക്കാൻ എന്നത് കൂടെയാണ് ഈ ഒരു സമയത്ത് ചേർത്ത് വെക്കാനുള്ളത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, കർമ്മങ്ങൾ തകർന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അറിയോന്ന്? അത്തദ്റൂന മനിൽ മുഫ്ലിസ്? പാപ്പരായി പോയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയോന്ന്? സ്വഹാബാക്കളുടെ മറുപടി, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാഅ്. ഭൗതിക വിഭവങ്ങളില്ലാത്ത ആളല്ലേ പ്രവാചകരെ പാപ്പരായി പോയ ആളുകൾ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു മുഖദ്ദിമ ഒരു 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 ഇത് കൊടുത്തത് എന്തിനാണെന്നറിയോ? എന്തിനാ പറഞ്ഞതെന്നറിയോ? വേറൊരു കാര്യം പറയാനാ, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി. കൂട്ടരെ, നിങ്ങൾ മനസ്സിലാക്കിയ പാപ്പരായവരെന്നല്ല, നിന്റെ ഉമ്മത്തിലെ പാപ്പരായ പോയ ആളാരെന്നറിയോ? മയ്യഅതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്. അവർ നാളെ പരലോകത്ത് നിസ്കാരത്തിൻ്റെ കൂമ്പാരമായി, നോമ്പുകളുടെ കൂമ്പാരമായി, സക്കാത്തൊക്കെ വളരെ ക്ലാരിറ്റിയോട് കൊടുത്തവരായിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ കണ്ട അമലുകളെല്ലാം ചെയ്തു വെച്ച് നാളെ പരലോകത്തേക്ക് വരുന്ന ആളുകളാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഈ മനുഷ്യന്മാർ പാപ്പരായി പോയി എന്ന് പറയണ എന്താ കാരണം? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞത്, വയഅതി
വഖദ് ശതമ ഹാദാ വകദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവനിങ്ങനെ രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് വേറൊരാളിങ്ങനെ കൊണ്ടുവരുന്നത്. ഓരോരുത്തരിങ്ങനെ വരും. എന്താ, ഈ മനുഷ്യൻ ഈ നന്മകളൊക്കെ ഒരു ഭാഗത്ത് ചെയ്യുമ്പോഴും മറ്റൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുടെ അഭിമാനത്തിന് പോറലേൽപ്പിച്ചിട്ടുണ്ട്, വേറൊരാളുടെ ചാരിത്രശുദ്ധിക്ക് ഇവൻ കാരണം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മറ്റൊരുത്തൻ്റെ ഹക്ക് ഇവൻ കൈപ്പറ്റിയിട്ടുണ്ട്, അവൻക്ക് കിട്ടേണ്ട ഹക്ക് ഇവൻ വരുതിയിലാക്കിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഹക്കുകൾ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരുത്തൻ്റെ അമല് നാളെ പരലോകത്തെത്തുമ്പോൾ തകരുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനായിരിക്കും സാക്ഷാൽ നഷ്ടപ്പെട്ടവൻ, മുഫ്ലിസ്, എല്ലാം തകർന്നടിഞ്ഞവൻ അവനായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്തെങ്കിലും നക്കാപ്പിച്ചകൾ കിട്ടിയേക്കാം. അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോൾ, ഒരു ചെറിയ കളി കളിക്കുമ്പോൾ ഒരു 10 സെൻറ്റ് ഭൂമി നമ്മുടെ കൈകളിലേക്ക് എത്തിയേക്കാം, കോടികൾ മറിഞ്ഞേക്കാം. പക്ഷേ ഇവിടെയും നമുക്കത് ഉപകരിക്കില്ല. നാളെ പരലോകത്ത് നമ്മുടെ ഉള്ള നന്മകളെപ്പോലും അത് പൊളിച്ചു കളയുമെന്നാണ്. ഒരു 10 ഉറുപ്യ നമുക്ക് അവകാശമില്ലാത്ത വേറെ ആളുടെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഉറക്കം നഷ്ടപ്പെടണം. നമ്മുടേത് ഉറക്കം നഷ്ടപ്പെടണം. ആ ജാതി ഈമാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ പെരുമാറ്റം, നാവിനെ ശരിക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം മതിയാകും നമ്മുടെ അമലുകൾ പൊളിയാൻ. ഓരോരുത്തരൊക്കെ പറഞ്ഞു വെക്കുന്ന വാക്കിൻ്റെ ഊക്കെത്രയാണ് സഹോദര, ആ വാക്കുകൊണ്ട് ഏൽക്കുന്ന മുറിവിൻ്റെ അഗാധങ്ങൾ എത്രയാണ്. ഓരോ ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയുന്ന വാക്കുകൾ, ഭാര്യമാരുടെ വാക്കുകൾ ഇങ്ങോട്ട്, അമ്മായിമ്മ മരുമകളോട്, മരുമകൾ അമ്മായിമ്മയോട്, രക്ഷിതാക്കൾ മക്കളോട്, മക്കൾ രക്ഷിതാക്കളോട്, തൊഴിലാളി മുതലാളിയോട്, മുതലാളി തൊഴിലാളിയോട് ഒക്കെ പരസ്പരം നടത്തുന്ന വാഗ്വാദങ്ങളിൽ മുറിവേൽപ്പിക്കുന്ന പലതുമുണ്ട്, കണ്ണീര് വീഴ്ത്തുന്നതുണ്ട്. ഒരു ചികിത്സക്കും ആ മുറിവിനെ ഉണക്കാൻ കഴിയില്ല. അത്രയേറെ പ്രയാസങ്ങൾ, പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അറിയുക സഹോദര, നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് കഷ്ടപ്പെട്ട് നാം ചെയ്തു തീർക്കുന്ന നിസ്കാരങ്ങളും നോമ്പുകളും നമ്മുടെ അമലുകളും സ്വതക്കകളും ഒക്കെയാണെന്ന് അറിയുക. രഹസ്യ ജീവിതത്തിലെ നന്മകൾ പോലും പൊടിപൊടിപ്പിക്കപ്പെടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊന്ന് തീരുമാനിക്കുക, ഞാൻ കാരണം ഒരാളുടെ മനസ്സും ഇൻഷാ അല്ലാഹ് വേദനിക്കൂല. ഞാൻ കാരണം ഒരാളുടെ കണ്ണീരും ഭൂമിയിൽ വീഴൂല. ഞാൻ കാരണം ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാകൂല എന്ന് തീരുമാനിക്കും. അതിനുള്ള തൗഫീക്കിന് വേണ്ടി ചോദിക്കും. എങ്കിൽ ജീവിതം അർത്ഥവത്താകും, ഈ അധ്വാനങ്ങൾക്ക് ഫലമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരൻ, 7ാമത്തെ ഒരു കാര്യം എന്താ അറിയുമോ? പലപ്പോഴും നമുക്ക് വരുന്നൊരു അബദ്ധമുണ്ട്. നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ഉഷാറായി ദീനും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുകാരിലൊക്കെ ഉണ്ടാവും വലിയ ശ്രദ്ധയൊന്നും ഇല്ലാത്ത, ദീനിൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്തെന്ന് മാത്രമല്ല ഗൗരവമേറിയ തെറ്റുകളൊക്കെ വെച്ച് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു കമൻ്റ് ഉണ്ട്, എന്തറിയോ, ഇവനൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോണില്ല, ഇവനൊക്കെ എന്തായാലും നരകത്തിലായിരിക്കും, ഇവനക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. സഹോദരങ്ങളെ, മിണ്ടിപ്പോകരുത്. ആ വാക്ക് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. ഇതാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നൊരു വാക്കുണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞു എന്നാണ്, അന്ന റജുലൻ ഖാല, നല്ല നിലക്കുള്ളൊരു മനുഷ്യനാ, നല്ല ഇബാദത്തൊക്കെ ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ പോണ സമയത്ത് മൂപ്പര് പറഞ്ഞു പോയ വാക്ക എന്താ, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാനിൻ, ഇന്ന വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂലട്ടോ എന്ന്. അവൻ പരലോകത്ത് വരുമ്പോൾ അള്ളാഹ് അവനെ പിടിക്കുന്നതാണ്. وإن الله تعالى قال من ذا الذي يتألى علي ألا أغفر لفلان, ഞാൻ ഈ മനുഷ്യർക്ക് പുറത്തു കൊടുക്കൂല എന്ന് ഈ എങ്ങനെ സത്യം ചെയ്ത് പറയാ? എൻ്റെ അധികാരപരിധിയിൽ കയറി നിരങ്ങാൻ നിനക്കാരടാ ലൈസൻസ് തന്നത്? അള്ളാഹു ഒരു മനുഷ്യർക്ക് പുറത്തു കൊടുക്കുമല്ലേ എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അത് അള്ളാഹിൻ്റെ അരികിലാണത്. നമ്മളെ കാര്യം ആലോചിക്കും. നമ്മളെ കാര്യം ആലോചിക്കും.
നമ്മളെങ്ങനെ ഇപ്പോൾ അവസാനം മരിക്കും എൻ്റെ അവസ്ഥ എന്തായിരിക്കും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കും. നാട്ടുകാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. ആ നിലക്ക് നമ്മൾ ഒരാളിൽ തള്ളിപ്പറയുന്ന രൂപം ഉണ്ടാകരുത് സുഹൃത്തുക്കളെ. ഫഇന്നി ഖദ് ഗഫർതു ലിഫുലാൻ വഅഹ്ബത്തു അമലക. നീ പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞവരത്തിന് ഇതാക്കണേ, അവനക്ക് ഞാൻ പുറത്തു കൊടുത്തു, നിന്റെ അമലുകൾ മുഴുവനും ഞാനിതാ ഇല്ലാതെയാക്കിയിരിക്കുന്നതാണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ. അല്ലാഹ് എന്തിനു ചെയ്താൽ ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ല. എന്തേ അള്ളാഹു ആ നിലക്കൊരു സഡൻ ആക്ഷൻ എടുക്കാനുള്ള കാരണം? അത് നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ കൈകളിലുള്ള ഹിദായത്തിൽ ഉറച്ചു നിന്ന് ഞാൻ മരിക്കുമെന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? പടച്ച റബ്ബിൻ്റെ അരികിലുള്ളതല്ലേ. റബ്ബിനോട് ചോദിക്കുക തൗഫീക്കിന് വേണ്ടി. മറ്റൊരു മനുഷ്യൻ അങ്ങനെ തന്നെ മരിക്കും, എനിക്ക് പടച്ചം പുറത്തു കൊടുക്കൂല എന്ന് ആരെ നമ്മൾക്ക് നൽകിയത്? ആ ഭാവിയിലുള്ള കാര്യങ്ങൾ റബ്ബല്ലേ തീരുമാനിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളെയും എഴുതി തള്ളരുത്. നമ്മുടെ മുമ്പിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നിലപാടെന്താ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലേ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തിന് തെറ്റ് കണ്ടാൽ അവനെ നിങ്ങൾ പഴി പറയരുത്, അവനെ നിങ്ങൾ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഫഖവ്വിമൂഹു വസദ്ദിദൂഹു അല്ലേ, അവനെ നിങ്ങൾ ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ പരിശ്രമിച്ചോളിന്നാണ്. നിങ്ങൾ അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പടച്ചോനെ, ആ സാധു അറിയാത്തതുകൊണ്ട് ചെയ്തായിരിക്കും, റബ്ബ് ഇതിന് നീ ഹിദായത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. ആ മനുഷ്യൻക്ക് എതിരെ നിങ്ങൾ പിശാചിൻ്റെ സഹായികളാകരുത് എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പോരാൻ ആരാ കാരണക്കാരെന്നറിയോ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനമൊരുകിയ പ്രാർത്ഥനയാണ്. ആരായിരുന്നു ഉമർ? സമൂഹത്തെ വിറപ്പിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു അല്ലേ. വിശ്വാസികൾക്ക് ആദ്യകാല സമയങ്ങളിൽ എത്ര ഉപദ്രവങ്ങളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അള്ളാൻ റസൂൽ എഴുതി തള്ളിയില്ല. അള്ളാൻ റസൂൽ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഹിദായത്ത് കൊടുക്കണേ റബ്ബേ. അബൂജഹലിനെയും ഉമറിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് റബ്ബിൻ്റെ പ്രവാചകൻ്റെ പ്രാർത്ഥന, ഇവരുടെ കൂട്ടത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് ഇസ്ലാമിന് നീ ഇസ്സത്ത് നൽകണമെന്നാണ്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വലിയ മനീഷിക ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് വന്നു. അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിൻ്റെ വളർച്ചയാണ്. വിശ്വാസികൾ ഒന്നടങ്കം ആദ്യമായിക്കൊണ്ട് ഹറമിൻ്റെ ചാരത്ത് ഹറമിൽ വെച്ച് നിർഭയത്വത്തോടുകൂടെ നിസ്കരിച്ചത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നതിന് ശേഷമാണ്. അതാണ് തെറ്റ് ചെയ്യുന്നവരോടുള്ള നമ്മുടെ സമീപനം. ആരെയും തള്ളിക്കളയരുത്. ആ നിലക്ക് നമ്മൾ അള്ളാഹിൻ്റെ വിഷയത്തിൽ നമ്മൾ കയറി ഇടപെടാൻ പാടില്ല. അവസാനത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഷിർക്ക്. വന്നു പോകരുതേ സുഹൃത്തുക്കളെ. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, തൗഹീദിന് വേണ്ടി പടപൊരുതുന്ന നിന്റെ ജീവിതത്തിൽ ഷിർക്ക് വന്നാലും ഞാൻ മൈൻഡാക്കൂല കേട്ടോ. എവിടെ വരുമ്പോൾ എൻ്റെ കർമ്മങ്ങൾ ഞാൻ ഇല്ലാതാക്കുവേ. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവരുടെ കർമ്മങ്ങളെല്ലാം ഞാൻ ധൂളികളാക്കി കളയുന്നതാണ്. സഹോദര, നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബിനോട് മാത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കേണ്ടത് റഹ്മാനായ റബ്ബിനോട് മാത്രം. ഒരു ജാറവുമായി നമുക്കൊരു പങ്കില്ല, ഒരു ഏലസുമായി നമുക്കൊരു പങ്കില്ല. നമ്മളെ നന്നായി അറിയുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരാൻ കഴിയുന്ന റബ്ബിനോട് മാത്രം നമ്മുടെ ആവലാദികൾ പങ്കുവെക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ പറയുക, നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക. റബ്ബിനോട് തഹജ്ജുദിന് എണീറ്റുകൊണ്ട് പറയുമ്പോൾ റഹ്മാനായ റബ്ബ് അത് സ്വീകരിക്കുമെന്ന്, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ വേണ്ടി എല്ലാ ദിവസവും റഹ്മാനായ റബ്ബ് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ അതൊക്കെയല്ലേ സുഹൃത്തുക്കൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഇടങ്ങളിലേക്കൊക്കെ പോയി അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നേക്കുമുള്ള സ്വർഗമാണ്. സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയാത്ത വിധം നരകത്തിൽ നമ്മൾ ഖാലിദീന ഫീഹാ അബദ, ശാശ്വതന്മാരായിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുണ്ടാകരുത്. നമുക്ക് റബ്ബ് മതി. ഹസ്ബി അല്ലാഹ് വനിഅ്മൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് വനിഅ്മൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറയാൻ, എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. എങ്കിലേ ഈ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാവുകയുള്ളൂ എന്നതുകൂടെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക.